രാജ്യത്തിന്റെ പ്രധാന ടൂറിസം ഹബ്ബായ ഗോവയെ തകർക്കുന്നതിനായി ആഗോളതലത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഗോവൻ ടൂറിസത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഉള്ളടക്കങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചാണ് ഇത് നടക്കുന്നത്. ചൈന ഇക്കണോമിക് ഇൻഫർമേഷൻ സെന്റർ നടത്തിയ ഒരു സംശയാസ്പദമായ ഒരു സർവേയുടെ ചൂടുപിടിച്ചാണ് ഗോവയിലെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ് വീഡിയോകൾ പ്രചരിച്ചു തുടങ്ങിയത്. ലൈക്കിനും കാഴ്ചക്കാരെ കിട്ടാനും യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാത്ത ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഇൻഫ്ലുവൻസർമാരാണ് വീഡിയോ പ്രചരിപ്പിച്ചത്. വൈരുദ്ധ്യം നിറഞ്ഞതാണ് അവരുടെ വീഡിയോ ഉള്ളടക്കങ്ങൾ. ഒരു ഭാഗത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ ചെലവുകൾ എന്നിവ ഉയർന്ന നിരക്കിലാണെന്ന് പരാതിപ്പെടുന്ന ഇൻഫ്ലുവൻസർമാർ മറുഭാഗത്ത് ഗോവയിൽ വിനോദസഞ്ചാരികളില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും പ്രചരിപ്പിക്കുന്നു. തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ച് അഭിവൃദ്ധി പ്രാപിക്കുന്ന ടൂറിസം മേഖലയെ തകർക്കുകയാണ് ലക്ഷ്യം. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഗോവയുണ്ടാകുന്നത്. ഈ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 4614.77 കോടി രൂപയാണ് ഗോവയുടെ വരുമാനം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 365.43 കോടി രൂപയുടെ വർധനവ്. GSTയിൽ 9.62%, വാറ്റിൽ 6.41% വളർച്ചയുണ്ടായി. വിനോദസഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു. ഹോട്ടലുകളിലും ബീച്ചുകളിലും മുമ്പത്തേക്കാൾ തിരക്കാണ്. പ്രശസ്തമായ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് നിയന്ത്രണമില്ലാതെ പ്രവേശിക്കാനാകുന്നു. ഇത്തരത്തിൽ ഗോവയുടെ ടൂറിസം മേഖല അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ അതിന് തടയിടുകയാണ് ഇത്തരം പ്രചരണങ്ങളുടെ താല്പര്യം. രാജ്യത്തിന്റെ ടൂറിസം മേഖലയെ തകർക്കാനുള്ള ഇത്തരം കള്ളപ്രചരണങ്ങളെ കരുതിയിരിക്കുക.